നിഷ്കളങ്കരായ കുട്ടികളെ വേദനിപ്പിക്കരുതെന്ന സന്ദേശവുമായി കട്ടപ്പനും കരിങ്കണ്ണിയും. അവരുടെ വാസം ഇവിടെയായിരുന്നു. കട്ടപ്പന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും കട്ടപ്പന് മടിയില്ലായിരുന്നു. എന്നാൽ കരിങ്കണ്ണിക്കാകട്ടെ കുട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കട്ടപ്പൻ ഒരു ദിവസം ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചു. കുട്ടികളായിരുന്നു കട്ടപ്പനെല്ലാം. കുട്ടികൾക്ക് വേണ്ടി എന്തുണ്ടാക്കാമെന്ന ആലോചനയ്ക്കൊടുവിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള പാർക്കും ഒരു പൂന്തോട്ടവും ഉണ്ടാക്കാമെന്ന് കട്ടപ്പൻ തീരുമാനിച്ചു. കട്ടപ്പൻ കുട്ടികൾക്കായി ഒരുക്കിയ പൂന്തോട്ടത്തിലൂടെ നമുക്കും ഒന്ന് കടന്നു പോകാം. എന്തു മനോഹരമായിരിക്കുന്നു! വാട്ടർ തീം പാർക്കുമുണ്ട്. കുട്ടികൾ അതിൽ ഉല്ലസിച്ച് കളിക്കുകയാണ്. കുട്ടികളുടെ സന്തോഷം കട്ടപ്പന് വലിയ സന്തോഷമാണ്. എന്തു മനോഹരമായ പൂന്തോട്ടം! തേനീച്ചകൾ, വണ്ടുകൾ, പൂമ്പാറ്റകൾ, നിറയെ ഫലവൃക്ഷങ്ങളുമുണ്ട്. എന്ത് സ്വാദുള്ള ഫലങ്ങളാണ് കട്ടപ്പൻ നട്ടു വളർത്തിയ വൃക്ഷങ്ങളിലുള്ളത്. എന്നാൽ കരിങ്കണ്ണിക്കാകട്ടെ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ ഇവിടുന്ന് ഓട്ടിക്കണം. കുട്ടികളുടെ സന്തോഷം കണ്ട കരിങ്കണ്ണിക്ക് ദേഷ്യം അടക്കാനേ കഴിഞ്ഞില്ല. കട്ടപ്പനില്ലാത്ത ഒരു ദിവസം കരിങ്കണ്ണി കുട്ടികളെ വല്ലാണ്ട് പേടിപ്പിച്ചു. പാവം കുട്ടികൾ പേടിച്ചുപോയി. കരിങ്കണ്ണിയെ കണ്ട് പേടിച്ച കുട്ടികൾ അവിടെ നിന്ന് ഓട്ടം തുടങ്ങി. അവർ ഓടി ഓടി അവിടെ വിട്ടുപോയി. പിന്നീട് ആ കുട്ടികൾ ആ ഉദ്യാനത്തിലേക്ക് വന്നതേയില്ല. കുട്ടികളുടെ കളിച്ചിരികളില്ലാതെ ആ ഉദ്യാനം വരണ്ടുണങ്ങാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് കട്ടപ്പന് വലിയ സങ്കടമായി. കട്ടപ്പൻ കതകടച്ച് അകത്ത് കയറി ഇരിപ്പായി. കട്ടപ്പൻ്റെ സങ്കടം കരിങ്കണ്ണിയുടെയും സങ്കടമായി മാറി. കട്ടപ്പനെ എങ്ങനെയെങ്കിലും നേരെയാക്കണം. കരിങ്കണ്ണി കുട്ടികൾക്ക് ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളുമായി കുട്ടികളെ പോയി കാണുവാൻ തീരുമാനിച്ചു. അങ്ങനെ കരിങ്കണ്ണി കുട്ടികളെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുട്ടികളുമായി കട്ടപ്പൻ്റെ അടുത്തേക്ക് എത്തി. കട്ടപ്പനെ കണ്ടത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കുട്ടികൾ വീണ്ടും തൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. കട്ടപ്പൻ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. അവർ വീണ്ടും പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി. കുട്ടികൾ വന്നതോടെ അവിടുത്തെ ചെടികളെല്ലാം വീണ്ടും തളർക്കുവാനും പൂവിടുവാനും തുടങ്ങി. തേനീച്ചകൾ വന്നു, വണ്ടുകൾ വന്നു, പൂക്കൾ ഇഷ്ടം പോലെ വിരിഞ്ഞു, ചിത്രശലഭങ്ങൾ പാറിപ്പറന്നു. അങ്ങനെ അവരുടെ ഉദ്യാനത്തിലേക്ക് പഴയ സന്തോഷം തിരിച്ചു വന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു കഥയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും see you, ടാറ്റ.